ജാൻസി. നേരത്തെ എത്തിയല്ലോ. നേരത്തെ വന്നോണ്ട് നേരിട്ട് കാണാൻ പറ്റിയില്ലേ? അവിഹിതം. അവിഹിതത്തിന് ഇപ്പൊ ഇംഗ്ലീഷില് നിന്റെ പട്ടി, ആ പുന്നാര ജിമ്മിയില്ലേ, ആ പ്രാന്തൻ കേണലിന്റെ പട്ടിയായിട്ട് റോഡിൽ നിന്ന്. അയ്യോ നാണക്കേട്. അത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചെന്തോ വലിയ പ്രശ്നമാണെന്ന്. അതെ, അവൻ അവളെ ഇഷ്ടാ, അവൾക്ക് അവനെയും. എനിക്കറിയാം. പിന്നെ അവനും വേണ്ട ഒരു കൂട്ട്, ഒരു ജീവിതം. അവനും അതിനൊക്കെയുള്ള പ്രായമായിന്ന്. ഈ വീക്ക് തന്നെ അവളുടെ വീട്ടിൽ പോയി സമ്മതം ചോദിക്കണം. അവളെ നമ്മുടെ ജിമ്മിക്ക് കെട്ടിച്ചു കൊടുക്കുമെന്ന്. മോളെ നീരോട് വെയിലെങ്ങനെ കൊണ്ടോ? നിന്റെ തലക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല പിന്നെ, അങ്ങനെ വല്ല പെൺപൊട്ടികളുടെ പിന്നാലെ പോന്നവനല്ല എന്റെ ജിമ്മി. ഞാൻ കണ്ടതപ്പോ നിനക്ക് വിശ്വാസമില്ല? ഞാൻ കണ്ടതാ നേരിട്ട്. വാ, ഞാൻ കാണിച്ചു തരാം. ദേ എന്റെ ജിമ്മി. പാവം, ഇവനെ പറ്റി എന്തൊക്കെ നുണയാ പറഞ്ഞത്. എന്തൊരു കഷ്ടം. അച്ഛടാ. Hey Jimmy. He's so cute, no? He's so handsome. He's just playing with his ball. വാ, ഞാൻ ജോന് നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കി തരാം. വാ. ഇവൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ വന്നു? എടാ, നിന്നെ പൂട്ടിട്ട് പിടിക്കാൻ ഒരാളെ കൊണ്ടുവരണ്ടാ. ചെങ്കീരി പബിലേഷ്, നിന്റെ അവസാനം എത്തിയിടാ മോനെ. അറിയാലോ ജോ, എൻ്റെ പേഴ്സണൽ റിസ്കിലാണ് ഞാൻ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. മസ്റ്റായിട്ടും ഇറ്റാലിയൻ മോഡൽ അനസ്തേഷ്യ വെച്ചായിരിക്കണം ഈ ആഡ് നീ ഷൂട്ട് ചെയ്യേണ്ടത്. ഇതാണ് സിയോയുടെ ഡിമാൻഡ്. ഓഫ് കോഴ്സ്, ട്രസ്റ്റ് മീ ഡേവിഡ്, അനസ്തേഷ്യ തന്നെയായിരിക്കും നമ്മുടെ മോഡൽ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എന്തൊക്കെ പുകയിലായിരുന്നു. ചെങ്കീരി എവിടുന്ന് കിട്ടി? ഇവൻ തന്നെ തോന്നി. ഇതേ വെറും ഒരു നായല്ലെന്ന് എനിക്കിപ്പോ ഉറപ്പായി. എനിക്ക് വേറൊരു ഐഡിയ ഒന്നും വേണ്ട. അല്ല, വേറെ ഐഡിയ ആണ്. ഒരു ഐഡിയയും വേണ്ട, ദൈവകാര്യാണ്. പറയ്. പറശ്ശിനിക്കട മുത്തപ്പന് വഴിപാട് കൊടുക്കുക. മുത്തപ്പന് നായ കളിച്ച വലിയ ഇഷ്ടമാണല്ലോ. അവിടെ നായന്റെ സ്വർണ്ണ പ്രതിമ നമുക്ക് പ്രൊജക്ട് ആരും കുഴപ്പമില്ല. ഇനിയങ്ങോട്ട് പ്രൊജക്ട് ഇല്ലാന്ന് അറിയില്ല. അത് വേറെ ഏതോ ഏജൻസി കൊണ്ടുപോയി എന്നാ തോന്നുന്ന. ദാറ്റ്സ് ഓൾ. ജോ, ഇനിയെങ്കിലും ഈ പട്ടിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കല്ലേ. കാര്യങ്ങൾ ഇങ്ങനെ പോയാ ജെനിഫർ ഞാനും പറയണത്. ആ ബേബി ഫുഡിന്റെ ടീം കാണാൻ വന്നിട്ടുണ്ട്. ഓക്കേ സർ.
ഈ ഏഞ്ചൽ ബേബി ഫുഡ് ഈ രംഗത്തെ ലോകത്തിലെ നമ്പർ 1 ആണെന്ന കാര്യത്തിൽ താങ്കൾക്ക് വല്ല സംശയമുണ്ടോ? വർഷങ്ങളായി ദുബായിലും ഇന്ത്യയിലും ഏഞ്ചൽ ബേബി ഫുഡിന് വേണ്ടിയുള്ള പരസ്യം. താങ്കൾ അത് പെട്ടെന്നൊരു ദിവസം അങ്ങ് നിർത്തി. പരസ്യം താങ്കൾക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് വേണ്ട. പക്ഷെ ഞങ്ങളുടെ പ്രോഡക്റ്റിനെതിരെ സംസാരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തല്ലേ നല്ലത്. നിർത്തിയില്ലെങ്കിൽ കുട്ടികൾക്ക് ബേബി ഫുഡ് എന്നുള്ള പേരിൽ മാരകമായ വിഷം കലകി കൊടുക്കുന്ന തന്റെ ഈ പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ ഇനി സമ്മതിക്കില്ല. അമ്മമാർക്ക് മുലപ്പാലിനേക്കാൾ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് പരസ്യം ഉണ്ടാക്കി കോടികൾ വാങ്ങിച്ചത് തന്റെ കമ്പനിയല്ലേ? അപ്പൊ കാശ് വാങ്ങിക്കുമ്പോ തനിക്ക് ബോധമൊന്നും ഉണ്ടായില്ല? ഇല്ല, ഉണ്ടായില്ല. ഇപ്പൊ ഉണ്ടായതാ. ഉണ്ടായത് കൊണ്ട് നിന്നെ ഒന്നും കൊണ്ടത് ഞാൻ നടത്തിക്കില്ല. നടക്കണം. ഞങ്ങൾക്കെതിരെ നിന്റെ ഈ ക്യാമ്പയിൻ ഉണ്ടല്ലോ, നിർത്തിക്കോണം. ഇല്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഗെറ്റ് ദ ഹെൽ ഔട്ട് ഓഫ് മൈ ഓഫീസ്. കാണാം, ഇവിടെ ഒരു പട്ടിയെ കൊണ്ട് തന്നെ സ്വൈര്യം. അപ്പോഴാണ് വേറെ കുറെ പട്ടികൾ. ഹലോ, കം ഹിയർ. കേണല്ലോ, തോക്കുണ്ടോ കയ്യില്? എടോ അടക്കാക്കാരാ, നമ്മ ഒരു ഫാമിലി ആക പോറേ. പുരിയില്ലയാ? ഇല്ല. ഉങ്ങളുടെ ജിമ്മിയുടെയും എൻ ചെല്ലത്തുടെയും തീരുമാനം നമ്മൾ തീരുമാനിച്ചു. തീരുമാനം? തീരുമാനമല്ല, മാരേജ്. മാരേജ്. ഞാൻ പറഞ്ഞില്ലേ, ജിമ്മി അവൾക്ക് ഭയങ്കര ഇഷ്ടം. அங்க பாரு, என் செல்லத்துக்கு ஏத்த பையன். நான் என் பசங்க கிட்ட அமெரிக்காக்கு போகிறது முன்னாடி என் செல்லத்தை ஜிம்மி மாதிரி ஒருத்தனுக்கு சேர்க்க வைக்க முடிஞ்சதில் என் மனசு நிறைஞ்சிருக்கு. என்ஜாய், என்ஜாய். അയ്യേ. അല്ല, എന്താ ഇന്ന് നേരത്തെ? ഫുഡൊന്നും റെഡി ആയിട്ടില്ല. ആ, അത് കുഴപ്പമില്ല. എനിക്ക് പുറത്ത് വേറെ ആളെ കാണാൻ പോകാണ്ട്. ഞാൻ പോയിട്ട് വരുമ്പോ റെഡി ആയി നിൽക്കാം. നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം. അപ്പൊ എക്സൈറ്റഡ് അല്ലേ ജിമ്മിയുടെ കല്യാണം ശരിയായതില്? ഓക്കെ. പന്നിയുടെ കല്യാണം, എന്റെ കല്യാണം തോരച്ചിട്ട് അവൻ കല്യാണം കഴിക്കാൻ പോണു. ജിമ്മി, ജിമ്മി, വാ. Come, Jimmy. Yes, come. Jimmy, come. Jimmy, come. Come. Get in. കേറടാ അങ്ങോട്ട്.